തുടങ്ങിയപ്പോഴത്തോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാക്കാം. പണിയെടുക്കുന്ന എന്റെ 30% ഷെയർ കുടിച്ചതിനും മാത്രമല്ല, നീ എന്തോരം കണക്ക് പറഞ്ഞതിനും മാത്രമല്ല തിന്നിട്ടുണ്ട്, ഡ്രസ്സ് മേടിച്ചു തന്നിട്ടുണ്ട്, എക്സ്ട്രാ വേറെ KFC മറ്റത് പണത്തിന് വേണ്ടിയിട്ടും വ്യൂസിന് വേണ്ടിയിട്ടും സ്വന്തം ചാനലിൽ അമ്മയും അനിയത്തിനെയും അപകീർത്തമായി കൊണ്ടിരിക്കുന്ന ഒരു മോൻ്റെ വീഡിയോ നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ടല്ലോ. വീട്ടിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന രോഹിത്തിൻ്റെ വീഡിയോ. അവനും ഭാര്യയും കൂടി പാർട്ടായി ഓരോ പ്രശ്നങ്ങൾ പാർട്ടായി അപ്ലോഡ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതെന്തിനാണ് ഈ പ്രശ്നം തുടങ്ങി വെച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തി കുട്ടിയുടെ പറയുന്നുണ്ട് ഒരു കാര്യം നേഴ്സാണ്. അപ്പോൾ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനാണ്. എങ്ങനെ തുടങ്ങുന്ന വിഷയം തുടങ്ങുന്ന വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയടുത്ത് ഭയങ്കരമായിട്ടും കൺവീൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ടേ കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് തന്നെ അത് അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ വെളിയിൽ പോകുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ് പറ്റത്തില്ല, അത് അവളുടെയാണ്, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി. ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു, എൻ്റെ ലാപ്ടോപ്പ് അവളുടെ വീട്ടിലേക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് പോയിട്ട് അത് നശിപ്പിച്ചാണ് കൊണ്ട് തന്നത്. അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം 3-നാണ് കറക്റ്റ് ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സങ്കടം കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ഈ കുട്ടിക്കൊരു ഭാവി ഉള്ളതല്ലേ, ഒരു സ്വന്തം ആങ്ങള അതായത് ചേട്ടന് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട. ഒരു സ്വർണം കൊടുത്തിട്ടില്ല എന്ന് വെച്ച് പണയം വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല എന്ന് വെച്ച് പരമാവധി ആ അമ്മയും അനിയത്തിനെയും നാട്ടിച്ചു. അപ്പം അതും പാർട്ടായി ഇട്ടിട്ട് പാർട്ട് 1 പാർട്ട് 2 ഇട്ടിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇതോരോ കുറ്റം. അമ്മ മോനാദ്യം വിദേശത്ത് എൻജിനീയർ പഠിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ വിദേശത്ത് നിന്ന് അവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മ ഇങ്ങ് വിളിച്ച് വരുത്തി. മോൻ പറഞ്ഞ അമ്മ എനിക്ക് ഇവിടെ കഴിയുന്നില്ല, അപ്പോൾ ഒരുപാട് നിർബന്ധിക്കേണ്ട അവിടെ തന്നെ നിൽക്കുന്നെന്ന് പറയാണ്ട് ഇങ്ങോട്ട് വിളിച്ച് അമ്മയും അനിയത്തിനെയും സംരക്ഷിക്കേണ്ട ഒരു മകൻ അമ്മയെ ഒരു ചെറിയൊരു നിസാര പ്രശ്നം കാരണം ഒരു ദേഷ്യം വന്ന് വീഡിയോ ചെയ്ത് സ്വന്തം ചാനലിൽ കയറി വീഡിയോ ചെയ്ത് അമ്മനെയും അനിയത്തിനെയും കുറ്റം പറയുക, അപകീർത്തമായ രീതിയിൽ കുറ്റം പറയുക. എന്ന് വെച്ചാൽ അനിയത്തി അപ്പുറത്തെ വീട്ടിലത്തെ ഫോൺ വിളിച്ച് കളിക്കുന്നു, ആമ്പിളരുടെ ഫോൺ വിളിച്ച് കളിക്കുന്നു, അമ്മ അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ടുള്ള സംസാരങ്ങളാണ് സംസാരിക്കുന്നത്. ഇപ്പം അമ്മ മോന് മെക്കാനിക്കൽ എൻജിനീയർ പഠിക്കാൻ പോയെടുക്കുന്നു, ആടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെയാണ് പറഞ്ഞത് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന അമ്മക്ക് സന്തോഷം. മോന് നല്ല രീതിയിൽ ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അമ്മ. അപ്പോൾ മോനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അമ്മ ഇങ്ങോട്ട് വിളിച്ച് മോനിങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തി വീട്ടിൽ വിളിച്ച് വരുത്തി. അപ്പം അങ്ങനെയാണ് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ സ്നേഹിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വിവാഹം കഴിച്ചതോടുകൂടി ഇവർക്ക് എന്തിനല്ലോ ഇതിനു വേണ്ടി സ്വർണം പണയം വെക്കാം. അത് അമ്മ പറയുന്നുണ്ട്, ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു. ജീവിക്കണം മരിക്കണം എന്നറിയാൻ മേലാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. നമ്മളെ സംരക്ഷിക്കുന്ന മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? എന്നിട്ട് അനിയത്തിനെ കയറി അടിക്കുക. ഇത് അടിക്കുന്ന വീഡിയോ എല്ലാം ഉണ്ട്. അടിക്കുന്നത് ഇങ്ങനെ അടിക്കുന്നതിനോടൊപ്പം തന്നെ കണക്കുകൾ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട്. അപ്പോൾ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. അമ്മയുടെ സംസാരമെല്ലാം കേൾക്കുമ്പോൾ പെങ്ങളാണെങ്കിൽ എനിക്ക് ബസ് പോകാൻ കഴിയുന്നില്ല, എനിക്ക് തലയുയർത്തി നടക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. ഒരു സ്വന്തം കൂടപ്പുറപ്പ്, അതായത് പെറ്റ തള്ളയല്ലേ ഇങ്ങനെയെല്ലാം കുറ്റം പറഞ്ഞ് നടക്കാൻ പാടുണ്ട. സോഷ്യൽ മീഡിയയിൽ പിന്നെന്ന് വെച്ചാൽ ഒരു സ്വർണം ചോദിച്ചിട്ട് ഞങ്ങളോട് സ്വർണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതിന് ചെയ്തതാണ്. സോഷ്യൽ മീഡിയ കയറിയിട്ട് ഒരു വീഡിയോ ഇടുക, എന്നിട്ട് അതിൽ കയറി അനിയത്തിയെ അപ്പുറത്തിപ്പുറത്തുനിന്നും ആൺപിള്ളേരെ ഫോൺ വിളിക്കുക, പിന്നെ അമ്മേനെ കൊണ്ട് കുറ്റം പറയുക. എന്തിനാടോ ഇങ്ങനെയെല്ലാം പറയേണ്ട ആവശ്യം? ഇങ്ങനത്തെ മക്കളുള്ളതിനെയും കാട്ടി നല്ല ഒരു കണക്കിന് ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ്
ഇതെല്ലാം കാണുമ്പോൾ എത്ര സങ്കടം തോന്നും. പെറ്റ തള്ളയല്ലേ, സ്വന്തം കൂടപ്പുറപ്പല്ലേ, ഇങ്ങനെയെല്ലാം ഇങ്ങനെ പറയുന്നത് കേൾക്കും. നിങ്ങൾ ചെറുതിലേ കളിച്ച് നടന്ന് വളർന്ന ഇതല്ലേ, അപ്പോൾ ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നും. അതിനും കാട്ടി നല്ല എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ മക്കളുള്ളതിനും കാട്ടി നല്ലത് ഇല്ലാണ്ട് നിൽക്കുന്നതാണ്. എനിക്കപ്പോൾ ഇത്രയൊക്കെയല്ലേ പറയാനുള്ളൂ. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ ബായ്.